നമസ്കാരം. നമ്മൾ കുറേ നാൾ ശേഷം വീഡിയോ ചെയ്യുകയാണ്. ചില സാങ്കേതിക കാരണം എന്ന് പറയുമ്പം നമ്മുടെ വരുമാനം വേണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഏതായാലും അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഇൻട്രോ ഒന്നും വേണ്ട. നമ്മളൊരു അത്യാവശ്യമായിട്ട് കാര്യം പറയാൻ വേണ്ടി വന്നത്. നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്. ഇപ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്നവരാണ് തന്നെയാണ് അതിൽ നേരിടുന്നൊരു പ്രശ്നം പറയാനാണ്. ഒരുപാട് കാര്യങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ചില തെറ്റായ രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒന്ന് പറയാൻ വേണ്ടി ആണ്. അതിനെതിരെ എന്നല്ല, അതിൽ എനിക്കുള്ളൊരു നിലപാട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മിക്കപ്പോഴും എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ന്യൂസ് എടുത്താൽ പോലും ചില വീഡിയോസ് കാണാം. അതിൽ ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ എടുക്കുന്ന വീഡിയോ ആയിരിക്കും അത്. എന്ന് പറഞ്ഞാൽ പുള്ളി ഫ്രണ്ടേ പോകുന്ന വണ്ടികൾ സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഒരു രോഗിയെ കൊണ്ട് അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയെ ആയിരിക്കുമല്ലോ നമ്മൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം പുള്ളി വണ്ടി ഓടിക്കുകയല്ല, പുള്ളി വീഡിയോ എടുക്കാനാണ് കൂടുതൽ. വീഡിയോ എടുക്കാനൊക്കെ നല്ല മിടുക്കനാണ്. പക്ഷേ വണ്ടി ഓടിക്കാൻ കഴിവ് കുറവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ റോഡ് അറിയാം, വീതി കുറവാണ്. കാരണം മിക്ക റോഡുകളും വീതി കുറവാണ്. അപ്പം ഒരു ആംബുലൻസ് വരുമ്പം ഒരു മിനിറ്റിൽ ചിലപ്പോൾ ഒരു ജംഗ്ഷനിൽ 10 ആംബുലൻസ് വരും. എല്ലാ ആംബുലൻസിനും വേണ്ടി എല്ലാ വാഹനങ്ങളും നിർത്തി സൈഡ് ഒതുക്കി വേറെ പറമ്പിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആ റോഡിൽ ഉള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം ഒതുക്കി കൊടുക്കും. എല്ലാ ഡ്രൈവേഴ്സും, മാന്യമായ ഡ്രൈവേഴ്സ് എല്ലാം ഒതുക്കി കൊടുക്കും. അപ്പം കയറി പോകണം. അതൊരു ഡ്രൈവറിൻ്റെ കഴിവാണ്. അതാണ് ആംബുലൻസ് ഡ്രൈവറിൻ്റെ കഴിവ്. നോർമൽ ഡ്രൈവറെ പോലെയല്ല ആംബുലൻസ് ഡ്രൈവർ. പുള്ളി എക്സ്പീരിയൻസ് കൊണ്ടും സ്പീഡിൽ ഓടിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ആംബുലൻസ് ഡ്രൈവർ ആയത്. അപ്പോൾ അത് മനസ്സിലാക്കി പുള്ളി അത് ഇവേഡ് ചെയ്ത് പോകണം. അതായത് ഒബ്സ്റ്റക്കിൾസിനെ തടസ്സം വരാത്ത രീതിയിൽ ഓടിച്ച് പോകണം. കിടക്കുന്ന രോഗിക്കും പ്രശ്നം ഉണ്ടാകരുത്. അപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 10 പേരെ കൊന്നിട്ട് ആംബുലൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആൾക്ക് അത്ര ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. അപ്പോൾ അതില്ലാതെ ഇവർ വീഡിയോ എടുക്കാൻ വേണ്ടി ഒറ്റ കയ്യിൽ വീഡിയോ എടുത്തിട്ട് മറ്റു ഫ്രണ്ടേ പോകുന്നവർ വട്ടം വെച്ചു എന്നൊക്കെ. ചിലർ വട്ടം വെക്കുന്നുണ്ടായിരിക്കും. അവർക്കെതിരെ നടപടി എടുത്തോട്ടെ. അതിന് ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞെടുക്കാം. അത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി പുള്ളിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല. സൈഡ് കിട്ടുമ്പോൾ പോകണം. അത് ഈ നാട്ടിലെ നിയമ വ്യവസ്ഥിതി കൈകാര്യം ചെയ്യുന്നവർ നോക്കിക്കോളും. അത് ആംബുലൻസ് ഡ്രൈവർ നോക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു രീതി അതിന് എന്തൊരു മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു രോഗിയെ കൊണ്ട് പോകും. അതിനെതിരെ അതിൻ്റെ ഡ്രൈവറുടെ മണ്ടത്തരം മാത്രമല്ല, ആൾക്കാരാണെങ്കിൽ ഇത് കാണുന്നവരാണെങ്കിൽ പോലും ആ ആംബുലൻസ് ഡ്രൈവറെ അഭിനന്ദിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അയാളും ഒരു തെറ്റല്ല ചെയ്യുന്നത്. ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. അതും വെറും ഒരു വാഹനമല്ല, ആംബുലൻസ് ആണ്. അതിനകത്ത് കിടക്കുന്ന രോഗിയുണ്ട്, അവർക്ക് അത്യാവശ്യമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഓടിക്കേണ്ട ഒരാളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ സമൂഹം എന്ന നിലയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ സപ്പോർട്ട് ചെയ്യരുതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബോധമുള്ളവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് ഒരുപാട് പേരിലേക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമുള്ളവരത് ചെയ്തോളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ റീസെൻ്റായിട്ടും ഒക്കെ ഈ ആഴ്ചയിൽ 2-3 വന്നതാണ്. അത് കൂടുതലും KSRTC ബസ്സുകൾക്കെതിരെയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ KSRTC ബസ്സുകൾ കുറച്ച് നെഗ്ലിജൻ്റ് ആയിട്ടും കുറച്ച് റാഷായിട്ടാണ് ഓടിക്കുന്നത്. അതിലെനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് അവരുടെ ജോലി ഭാരം കൊണ്ടാണ്. പിന്നെ ഇപ്പം കുറേ സ്വിഫ്റ്റിലാണെങ്കിൽ കുറേ പാർട്ടി നിയമനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമുള്ള അവർ ഒരു ചെറിയൊരു അഹങ്കാരമുള്ളവരുണ്ട് കുറച്ച്. പക്ഷേ എന്നാലും ഒരു വലിയ വിഭാഗം അവരുടെ ജോലി സ്ട്രെസ് കൊണ്ടാണ്. നമുക്കിപ്പോൾ ഈ ബസ്സിൻ്റെയൊക്കെ ടൈം കൊടുത്തത് നോക്കണം. ആലപ്പുഴയിൽ നിന്ന് വൈറ്റിലെ വരെ ഓടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് 1 മണിക്കൂറും 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 5 മിനിറ്റൊക്കെയാണ് ഒരു സൂപ്പർ ഫാസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ആ ടൈമിൽ ഒരു ബൈക്കിൽ പോലും അത്യാവശ്യം നല്ല പെർഫോമൻസിൽ 300cc ബൈക്കിൽ പോയാൽ പോലും നമ്മൾ ആ ടൈമിൽ എത്താൻ പോകുന്നില്ല. ഇപ്പോഴത്തെ ട്രാഫിക് വെച്ച് പകൽ സമയങ്ങളാണ് ഞാൻ പറയുന്നത്. രാത്രി ചിലപ്പോൾ എത്തുമായിരിക്കും. അപ്പം ഇത്രയും സ്റ്റോപ്പുകൾ ഏകദേശം ആലപ്പുഴയിൽ നിന്ന് വൈറ്റിലെ വരെ ഏകദേശം എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് ഒരു 10-25 സ്റ്റോപ്പെങ്കിലും കാണും. മിനിമം 20 സ്റ്റോപ്പെങ്കിലും മിനിമം ഉണ്ടാവും. അതിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡും ഉണ്ട്, ചേർത്തല സ്റ്റാൻഡും കാരണം. ഇത്രയൊക്കെ താണ്ടി ആ ബസ് 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എനിക്ക് തോന്നുന്നില്ല. 1.5 മണിക്കൂർ കൊണ്ടും എത്തത്തില്ല. അപ്പം അവർക്ക് ഈ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടൈമിന് അവർ ഓടിയെത്തുമ്പം അതിനുള്ള ഡ്യൂട്ടി അവർക്ക് കിട്ടത്തുള്ളൂ. നമ്മളെല്ലാവരും KSRTC ഡ്രൈവർ സുഖമല്ലേ എന്നൊക്കെ പറയാം. ആ ജോലി ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ പണി. ഒരു ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. അപ്പം അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ നെഗ്ലിജൻ്റ് ഓടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ അവർ കഴിവതും നമ്മൾ സൂപ്പർ ഫാസ്റ്റുകളൊക്കെ വരുമ്പം കുറച്ച് ഒതുക്കി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ നമ്മളെ ഈഗോ അവിടെ ഹർട്ടാവേണ്ട കാര്യമില്ല. കാരണം അതിൽ 50 പേർക്കാണ് പോകേണ്ടത്. 50 പേർക്ക് 50 കാര്യങ്ങളായിരിക്കും, 50 ഉത്തരവാദിത്തങ്ങൾ നിൽക്കുന്നവരായിരിക്കും. അവരെ കൊണ്ടുപോകാനാണ് ഡ്രൈവർ കൊണ്ടുപോകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്കൊരു സൈഡ് കൊടുത്തെന്ന് പറയാൻ നമ്മൾക്ക് അവിടെ നിന്നൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്ത യാത്രകളാണെങ്കിൽ ഒരു സൈഡ് കൊടുത്തത് കയറി പൊക്കോട്ടെ, സൂപ്പർ ഫാസ്റ്റ് അല്ലേ, പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. അതിനുവേണ്ടി മനഃപൂർവ്വം തടസ്സം വെക്കുന്നത് തെറ്റായ രീതിയാണ്. പക്ഷെ അതല്ല ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്. ഇപ്പോൾ അരൂര് തുറവൂര് ആ പാത നമുക്കറിയാം. ഇത്രയും വൃത്തികെട്ട റോഡ് എനിക്കൊന്ന് ഈ ലോകത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. അത്രയും റോഡ് എത്ര വൃത്തികേടാകാൻ പറ്റുമോ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് NHAI ആണോ കോൺട്രാക്ടറാണോ സർക്കാരാണോ എന്നുള്ളത് തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക.
പക്ഷെ ടാക്സ് അടച്ച് ഓടുന്ന വാഹന ഉടമകളും വാഹന ഡ്രൈവർമാരും ഇത് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ സർക്കാരാണ് ഇത് ഈ റോഡിൽ കൂടെ ബസ് ഓടിയിട്ട് ചെളി തെറിച്ചെന്ന് പറഞ്ഞ് ഒരുത്തൻ തന്നെ പറയും അവൻ റോഡിന് വട്ടം കയറി നിൽക്കുക, എന്നിട്ട് പ്രതിഷേധിക്കുക ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന്. എന്ത് അധികാരം ഉണ്ട് അവന് നിൽക്കാനായിട്ട്? അവനാണെന്നുണ്ടെങ്കിൽ അവന് ചങ്കുറപ്പുണ്ടെങ്കിൽ അവൻ സർക്കാർ സംവിധാനത്തിന്റെ വണ്ടിക്ക് വട്ടം പോയി നിൽക്കണം. അവരല്ലേ അവൻ ആ റോഡിൽ ചെളിയുള്ള ഡ്രൈവർ കൊണ്ട് ചെളിയുള്ള ഒഴിച്ചല്ലോ. ഒരു റോഡിൽ ഒരു വലിയ വാഹനം 10-50 ടൺ അല്ലെങ്കിൽ 30 ടണ്ണായിട്ട് പോകുന്ന വാഹനം സ്പീഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പതുക്കെ പോയാൽ പോലും ചെളി തെറിക്കും. അതിന്റെ വായി പോയി എന്നിട്ട് ചെളി വായിലോട്ട് വീണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ അതിന് വട്ടം കയറി നിന്നിട്ടോ കാര്യമില്ല. സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. ആ ബസ്സിന് വട്ടം നിന്നപ്പോൾ ആ ഡ്രൈവർ എന്ത് ചെയ്ത്? സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കണം, ഞാനാണെങ്കിലും ഫ്രണ്ടിലേക്ക് എടുക്കും, അല്ലെങ്കിൽ അവനെ മാറ്റും. അതാണ് ചെയ്യേണ്ടത്. അത് നോർമലി നമുക്കൊരു ദേഷ്യം വരും. കാരണം നമ്മളൊരു ജോലി ഉത്തരവാദിത്തം എത്ര മണിക്കൂറുള്ള സ്ഥലത്ത് എത്തണ്ടയാണ്. നമുക്ക് അതിനടുത്ത് നമുക്ക് പണിയുണ്ട്. 8 മണിക്കൂറത്തെ സാലറിക്ക് വേണ്ടി നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന സാലറി കിട്ടത്തുള്ളൂ. 12-13 മണിക്കൂർ എടുത്തിട്ടാണ് ഓരോ ബസ്സുകൾ ഓടി വരുന്നത്. ബസ്സുകളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞ, ട്രക്ക് ഡ്രൈവേഴ്സ് ആണെങ്കിലും കാർ ഡ്രൈവേഴ്സ് ആണെങ്കിലും എല്ലാം നേരിടുന്ന ഈ പ്രശ്നമാണ്. സമയത്തൊന്നും നമ്മുടെ റോഡിൽ ഓടിയെത്താൻ വരുന്നില്ല. ടാക്സിനൊന്നും ഒരു കുറവുമില്ല. സർക്കാർ ടാക്സും ഇളവ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാർ. ഇത്രയും നാറിയ സർക്കാർ ഇല്ലെന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഒരു കൂടുതലും വാഹന ഫീൽഡിൽ നിൽക്കുന്നവരെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഉള്ളപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കും ഞാൻ നോക്കി KSRTCക്കാരെ കുറ്റം പറയാം. അല്ലെങ്കിൽ പൊതുവെ KSRTCക്കാരെ കുറ്റം പറയാൻ നമുക്കെല്ലാം ഒരു ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും ഇഷ്ടമാണ്, ശരിയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ റാഷ് ഡ്രൈവിംഗ് ആണ്. പക്ഷേ നമ്മൾ അവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ദയവേദി കാണിക്കരുത്. ബോധമുള്ളവർ കാണിക്കത്തില്ല. ഇനി കാണിക്കുന്നതിന് പോലും അതിനെ ന്യായീകരിക്കരുത്. നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. ബോധമുള്ളവർ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ തുടർന്നും വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇനിയും കണ്ടുപിട്ടാം.